ഹായ്. ഹായ് നീരജ്. പാറു എന്താ ഇവിടെ? ഞാനിവിടെ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി വന്നതാ. ഇവിടെ വരുമെന്നാ പറഞ്ഞേ. അല്ല നീരജ് എന്താ ഇവിടെ? ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. ഓഹോ. അവളിവിടെ അല്ല, അവനിവിടെ വരുമെന്നാ പറഞ്ഞേ. ഏതായാലും നമുക്ക് രണ്ടുപേർക്കും കാണേണ്ട ആൾക്കാർ ഇതുവരെ വരാത്ത സ്ഥിതിക്ക് നമുക്ക് അല്പനേരം സംസാരിച്ചിരുന്നൂടെ? ഓക്കേ. നീ ടോണിയുടെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ? അവനെന്താ വീണ്ടും തല്ല് കിട്ടിയ? തല്ലല്ല, ജോലിയാ കിട്ടിയത്. ജോലിയാ? എന്നിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഏകദേശം ഒന്ന് ഉറപ്പായി. ഇനി ഒരു ഇന്റർവ്യൂ കൂടിയുണ്ട്. എന്ത് ജോലിയാ? ഒരു FM റേഡിയോയിലെ RJ ആയിട്ടാ. ഇതിനുള്ള ഞാൻ അവന് കൊടുത്തോളാം. ഹലോ. ഹലോ പാറു, അവനെ കണ്ടോ? ഇല്ല, ഇനി വന്നിട്ടില്ല. അവൻ 5 മിനിറ്റിനകം എത്തുമെന്നാണല്ലോ പറഞ്ഞ. ഇന്നും കളിപ്പിക്കാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നു. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ. ഹലോ സർ. താൻ ഇവിടെ ആടോ? നിന്റെ കമ്പനിയിലെ സ്റ്റാഫ് അവിടെ നിന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇന്നും മുങ്ങാനാണോ തന്റെ ഭാവം? അല്ല സർ, ഞാൻ ഒരു ട്രാഫിക് ബ്ലോക്കിലാ. ഇപ്പെത്താം. എത്തിയാ തനിക്ക് കൊള്ളാം. അല്ലേ വേറെ പണി നോക്കും. ആരായിരുന്നു ഫോണില്? ട്രാഫിക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് കള്ളം പറയുമായിരുന്നല്ലോ. അത് എന്റെ വേറൊരു ഫ്രണ്ടാ. ഫ്രണ്ടിനെ സാറിനാ വിളിക്ക? സാറാച്ചൻ. സാറാച്ചൻ അവന്റെ പേര്. ഞങ്ങളെല്ലാവരും ചുരുക്കി അവനെ സാറേ സാറേ എന്ന് വിളിക്കും. അപ്പൊ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ആൾ ഈ പരിസരത്ത് എവിടെയോ തന്നെ ഉണ്ട്. 10 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ 7 രൂപയെ നമുക്ക് കിട്ടും. കഷ്ടം. അതിലിവരെ കൈയിട്ട് വരുന്ന ഗവൺമെന്റ്. റോയിച്ച ഇല്ല, പോലീസ് സ്റ്റേഷനിൽ പോയില്ല. ഞാൻ ഫോണിലേക്ക് വിളിച്ചപ്പോൾ റിങ് ചെയ്തു. അവനെടുത്തു. അതെ, ഫോൺ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാന്നാ പറഞ്ഞേ. ശരി, ഓക്കെ. നീ ഇപ്പൊ നിൽക്കുന്നില്ലേ? അവിടുന്ന് കുറച്ച് അപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്ക്. കഷ്ടം കിട്ടോ. നിങ്ങളിത് എത്രാമത്തെ തവണ വിളിച്ച് കളിപ്പിക്കുന്നത്? നിങ്ങൾ ഈ കാണിക്കുന്ന കണ്ടാ തോന്നുന്നു നിങ്ങളുടെ ഫോണാണ്. ഇപ്പൊ ഈ ഫോൺ എന്റെ അല്ലേ? ഇത് വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേൾക്കേണ്ടി വരും. ശരി. അപ്പൊ ഇങ്ങ് പോര്. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. നീ ഇവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് പോകാൻ പറയൂ. ഇയാളുടെ ഫോണല്ലേ അടിക്കുന്നു? ഒന്ന് എടുത്തൂടെ? അത് അലാറാണ്. രാവിലെ തന്നെ അലാറം വെച്ചോണ്ട് നടക്കാൻ മനുഷ്യന്മാരെ പറ്റിക്കാൻ. എന്റെ ഫോൺ എന്റെ സമയം. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ അലാറം വെക്കും. എന്താ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ചേട്ടൻ എപ്പോ വേണമെങ്കിൽ അലാറം വെച്ചോ. സാധാരണ എല്ലാവരും രാവിലെ അല്ലേ അലാറം വെക്കുക, അതുകൊണ്ട് പറഞ്ഞ. എന്നാ ഞാൻ അങ്ങനെയല്ല. ബസ്സിൽ കയറാനും മൂത്രം ഒഴിക്കാനും വരെ എനിക്ക് അലാറം വേണം. നീ ആരാ ചോദിക്കാൻ? ചേട്ടാ, ഞാൻ ആനന്ദ്. എന്റെ ഫോൺ ഇന്നലെ ഒരുത്തൻ കട്ടെടുത്തു. അവൻ ഇപ്പൊ എന്നെ കളിപ്പിച്ചോണ്ടിരിക്കുക. ചാപ്പാക്കുരിച്ച് സിനിമയിലെ പോലെ അല്ലേ? അതെ, അതുപോലത്തെ പണി. അല്ല, ആ സിനിമയിലെ പോലെ വല്ല ക്ലിപ്സും ഉണ്ടോ? ക്ലിപ്പ് മാത്രല്ല, ആ സിനിമ മുഴുവൻ ഉണ്ട്. ചുമ്മാ അല്ലടാ നിന്റെ ഫോൺ ആൺകുട്ടികൾ അടിച്ചോണ്ട് പോയത്. നിനക്ക് അത് തന്നെ വേണം. ഒന്നും കൂടെ വിളിച്ചു നോക്കിയാലോ?